Good morning students. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജൂൾസ് ലോ എന്താണെന്നും ജൂൾസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്. സർക്യൂട്ടുകളിൽ റെസിസ്റ്റേഴ്സിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാമെന്നും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് രണ്ട് തരത്തിൽ റെസിസ്റ്ററുകളെ സർക്യൂട്ടിൽ അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സീരീസ് കണക്ഷൻ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് പാരലൽ കണക്ഷൻ. ഓക്കെ, ഇനി എന്താണ് സീരീസ് കണക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സീരീസ് കണക്ഷൻ. ഓക്കെ, ദെൻ കൺസിഡർ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ ഒരു സർക്യൂട്ടിൽ ഞാനൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്ററിനെ ഞാനൊരു സെൽ അല്ലെങ്കിൽ ഒരു പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തു. ക്ലിയർ? ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി ആണെന്ന് എടുക്കാം. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ വി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കറിയാം പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷൻ കറണ്ട് ഫ്ലോ ചെയ്യായിരുന്നു. പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷൻ. ദെൻ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഞാൻ ഐ എന്ന് വിളിച്ചു. സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഐ എന്ന് വിളിച്ചു. അപ്ലൈ ചെയ്ത റെസിസ്റ്ററിനെ ആർ എന്നും വിളിച്ചു. അപ്ലൈ ചെയ്ത റെസിസ്റ്ററിനെ ആർ എന്ന് വിളിച്ചു. ഓക്കെ, അക്കോർഡിംഗ് ടു ഓംസ് ലോ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓംസ് ലോ പ്രകാരം വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണെന്ന് നമുക്കറിയാം. V is equal to IR. Then I is equal to V by R എന്നും R is equal to V by I എന്നും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സർക്യൂട്ടിലെ വോൾട്ടേജ് V ആണ്, ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐയും റെസിസ്റ്റൻസ് ആറും ആണെങ്കിൽ V is equal to I into R ആണ് നമുക്കറിയാം. ഓക്കെ, ദെൻ ഈ സർക്യൂട്ടിൽ ഞാൻ മറ്റൊരു റെസിസ്റ്റർ കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കറിയാം നിങ്ങളുടെ ഏത് കണക്ഷനാണ്? സീരീസ് കണക്ഷനാണ് അല്ലേ? സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് ഞാൻ റെസിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ സീരീസ് കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം അതിനോട് ചേർന്നതിന് അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു റെസിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്തതിനാണ് സീരീസ് കണക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ വൺ ആഫ്റ്റർ അനദർ. ഓക്കെ, ഒന്നിന് ശേഷം മറ്റൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്ന രീതി, അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുക? സീരീസ് കണക്ഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ ഞാനൊരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ റെസിസ്റ്റർ നമുക്കറിയാം, ഇവിടെ രണ്ട് റെസിസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് വണ്ണിനെ ഞാൻ R1 എന്ന് വിളിച്ചു, സെക്കൻഡ് വണ്ണിനെ R2 എന്നും വിളിച്ചു. ഫസ്റ്റ് വൺ ഈസ് R1 ആൻഡ് സെക്കൻഡ് വൺ ഈസ് R2. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെസിസ്റ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഓരോ റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, R1 ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെങ്കിൽ R2 എന്തായിരിക്കും? ഐ തന്നെയാണ് ഫ്ലോ ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യെസ്, ദെൻ ഇവിടെ റെസിസ്റ്റർ കൂടുന്നതനുസരിച്ച് എന്തായിരിക്കും? അതിന്റെ എമൗണ്ടിൽ ചേഞ്ച് വരും. പക്ഷേ എന്താണ്? ഓരോ റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്ന ഐ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ക്ലിയർ? ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ R1 എന്നുള്ളൊരു റെസിസ്റ്റർ ആണല്ലോ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെങ്കിൽ ഇതിൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന വോൾട്ടേജിനെ ഞാൻ V1 എന്ന് വിളിച്ചു. ഓക്കെ, ദെൻ R2 അക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 എന്നും പറഞ്ഞു. ഓക്കെ, നമുക്കറിയായിരുന്നു സർക്യൂട്ടിലെ ആകെ വോൾട്ടേജ് V ആണ്. R1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ആണ്. R2 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ആണെന്ന് അറിയാം. ദെൻ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് V is equal to V1 plus V2 എന്ന് എഴുതാം. V is equal to V1 plus V2. Okay, then according to Ohm's law V is equal to IR ആണ് നമുക്കറിയാം. Then V1 is equal to I into R1, V2 is equal to I into R2 എന്ന് എഴുതാം. Okay, then V is equal to I into R1 plus I into R2 എന്ന് എഴുതാം. Clear? Okay, then V is equal to, ശ്രദ്ധിക്കുക ഈ രണ്ട് ടേംസിലും കോമൺ ആയിട്ട് ആരുണ്ട്? I ഉണ്ട്. സോ I നമുക്ക് പുറത്തെടുത്ത് എഴുതാം. Then I is equal to V is equal to I into R1 plus R2 എന്ന് എഴുതാം. ക്ലിയർ? V is equal to I into R1 plus R2. Then next സ്റ്റെപ്പിൽ നമ്മൾ ഈ I നെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? V by I is equal to R1 plus R2 എന്ന് എഴുതാം. ഓക്കെ, V by I is equal to I നെ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരാം. അപ്പോൾ എന്തായിരിക്കും? V by I is equal to R1 plus R2. According to Ohm's law V by I is equal to R ആണെന്ന് അറിയാം. സോ നമുക്ക് എന്ത് എഴുതാം? Therefore R is equal to R1 plus R2. R is equal to
R1 പ്ലസ് R2. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ആയിരിക്കും. ഓക്കെ, ഇവിടെ രണ്ട് റെസിസ്റ്റർ കണക്ട് ചെയ്തുകൊണ്ടാണ് R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര. ഓക്കെ, ക്ലിയർ? അപ്പം റെസിസ്റ്ററുകളെ സീരീസിലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റേഴ്സ് R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എക്സെട്ര എന്നായിരിക്കും. ഓക്കെ, ക്ലിയർ? ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് കിടക്കാം. What is the current if 2 ohm and 6 ohm resistors are connected in series and 12 voltage potential difference is applied? Okay, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അതുണ്ടായിരുന്നു. ഇവിടെ രണ്ട് റെസിസ്റ്റർ സീരീസിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് തന്നിരിക്കുന്ന ടേംസ് ഒക്കെ എടുത്ത് എഴുതാം. ഓക്കെ, ക്ലിയർ? ഇവിടെ എന്തായിരുന്നു? R1 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? R1 റെസിസ്റ്റർ R1 ഈസ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കാം? 2 ohm എന്നെടുക്കാം. ഓക്കെ, റെസിസ്റ്റർ R1 ഈസ് ഈക്വൽ ടു 2 ohm. ദെൻ R2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കാം? 6 ohm എന്ന് എടുക്കാം. R1 ഈസ് ഈക്വൽ ടു 2 ohm എന്നും R2 ഈസ് ഈക്വൽ ടു 6 ohm എന്ന് എടുക്കാം. ഓക്കെ, ദെൻ പിന്നെ എന്താ തന്നിരിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V തന്നിട്ടുണ്ട് അല്ലേ? V ഈസ് ഈക്വൽ ടു 12 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? I, കറന്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. I ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചിട്ടായിരുന്നു റെസിസ്റ്ററുകളെ സീരീസിലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, റെസിസ്റ്റേഴ്സിനെ സീരീസിലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? R1 പ്ലസ് R2. സോ ഇവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് R1 എന്താ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു? 2, R2 ഈസ് ഈക്വൽ ടു 6 തന്നിട്ടുണ്ട്. ദെൻ 2 പ്ലസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 8 ohm എന്നെടുക്കാം. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 8 ohm എന്ന് കിട്ടും അല്ലേ? ദെൻ നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? I ആണ് അല്ലേ? അക്കോർഡിംഗ് ടു ഓംസ് ലോ നമുക്കറിയായിരുന്നു I ഈസ് ഈക്വൽ ടു V ബൈ R. I ഈസ് ഈക്വൽ ടു V ബൈ R. ദെൻ I ഈസ് ഈക്വൽ ടു വിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു 12 ഡിവൈഡഡ് ബൈ R നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 8. 12 ബൈ 8 വിച്ച് ഈസ് ഈക്വൽ നമുക്കറിയാം 12 ബൈ 8 വിച്ച് ഈസ് ഈക്വൽ ടു 1.5 എന്ന് കിട്ടും. ഓക്കെ, I ഈസ് ഈക്വൽ ടു 1.5 ആംപിയർ. ഓക്കെ, ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചായിരുന്നു? എന്താണ് 2 ohm റെസിസ്റ്റൻസും 6 ohm റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കറന്റ് എന്ന് പറയുന്നത് കറന്റ് I ഈസ് ഈക്വൽ ടു 1.5 ആംപിയർ ആയിട്ട്. ക്ലിയർ? ദെൻ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം, പാരലൽ കണക്ഷൻ. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ രണ്ട് റെസിസ്റ്ററുകളെ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? പാരലൽ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റെസിസ്റ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തായിട്ട് പറയുക? പാരലൽ കണക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V ആണ്. അപ്ലൈ ചെയ്ത വോൾട്ടേജ് V ആണെന്ന് അറിയാം. നമുക്കറിയാം പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് I ആണ്. ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണ്. ഇവിടെ രണ്ട് റെസിസ്റ്റർ ഉണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ റെസിസ്റ്ററിനെ ഞാൻ R1 എന്ന് വിളിച്ചു, രണ്ടാമത്തേതിനെ R2 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. നമുക്ക് കാണാം നമ്മളിവിടെ ഒരു ജംഗ്ഷൻ കാണുന്നുണ്ട് അല്ലേ? ഇവിടെ ജംഗ്ഷൻ കാണുന്നുണ്ട്. ഇവിടുന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സർക്യൂട്ട് രണ്ട് ഡയറക്ഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സർക്യൂട്ട് രണ്ട് ഡയറക്ഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലോ ചെയ്യുന്ന ഈ കറണ്ടും എന്തായിരിക്കും? രണ്ട് ഡയറക്ഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I ആയിരുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ Iയിൽ നിന്ന് കുറച്ച് കറണ്ട് ഇതിലൂടെയും ഫ്ലോ ചെയ്യും, ബാക്കിയുള്ള കറണ്ട് ഇതിലൂടെയും ഫ്ലോ ചെയ്യും. ഓക്കെ, ദെൻ R1ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഞാൻ I1 എന്ന് വിളിച്ചു. R1ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ I1 എന്ന് വിളിച്ചു. R2ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഞാൻ I2 എന്ന് വിളിച്ചു. ഓക്കെ, ഇവിടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? I ആണ്. അതിൻ്റെ കുറച്ച് ഭാഗം R1ലൂടെയും ബാക്കിയുള്ള ഭാഗം R2ലൂടെയും ഫ്ലോ ചെയ്തു. സോ I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 എന്നായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെസിസ്റ്ററുകളെ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് തന്നെയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടും V തന്നെയായിരിക്കും, അതുപോലെ തന്നെ ഇവിടെയും V തന്നെയായിരിക്കും. ക്ലിയർ? ഓക്കെ, ദെൻ ഇനി ശ്രദ്ധിക്കുക. നമുക്കറിയായിരുന്നു ഇവിടെ I എന്ന് പറയുന്നത് I1 പ്ലസ് I2 ആണെന്നറിയാം. സോ നമുക്ക് എഴുതാം I ഈസ് ഈക്വൽ ടു
I1 പ്ലസ് I2 എന്നറിയാം. ഓക്കെ, അക്കോർഡിംഗ് ടു ഓംസ് ലോ I is equal to എന്തായിരുന്നു V by R എന്നറിയാം. ഓക്കെ, ദെൻ ഐക്ക് നമുക്ക് എന്ത് കൊടുക്കാം V by R എന്ന് കൊടുക്കാം. ക്ലിയർ? V by R is equal to I1 പകരം നമുക്ക് എന്ത് എഴുതാം V by R1 എന്ന് എഴുതാം. ഓക്കെ, ഐക്ക് പകരം V by R1 എന്ന് എഴുതാം, I2 പകരം V by R2 എന്ന് എഴുതാം. സോ V by R1 പ്ലസ് I2 പകരം എന്ത് എഴുതാം V by R2 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ? ഇനി ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിലെല്ലാം കോമൺ ആയിട്ട് ആരുണ്ടായിരുന്നു? എല്ലാ ടേംസിലും V ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാ ടേംസിലും V ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീനെ അവിടുന്ന് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വീനെല്ലാം പുറത്തെടുത്ത് ചെയ്ത് അല്ലേ? അപ്പോൾ എന്തായിരിക്കും V into 1 by R എന്ന് കിട്ടും അല്ലേ? ഇവിടുന്ന് വീനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ V into 1 by R. അതുപോലെ തന്നെ ഈക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതിൽ രണ്ടിലും V എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, അതിനെ പുറത്തെടുത്ത് ചെയ്ത് അപ്പോൾ എന്തായിരിക്കും V into 1 by R is equal to V into 1 by R1 V into 1 by R1 plus 1 by R2 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? ദെൻ ഇപ്പം ശ്രദ്ധിക്കുക, ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും V ഉണ്ടായിരുന്നു, V നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ? V ഇപ്പുറം കൊണ്ടുവന്നാൽ ബൈ V എന്നായിട്ട് മാറും. V by V എന്ന് പറയുന്നത് ക്യാൻസൽ ആവും, അല്ലെങ്കിൽ V by V is equal to 1 ആയിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ നമുക്കൊന്നുകൂടി മാറ്റി ചെയ്താൽ 1 by R is equal to എന്തായിരിക്കും 1 by R1 പ്ലസ് 1 by R2 എന്ന് പറയും. ഓക്കെ, ഇവിടെ 1 by R എന്ന് പറയുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. 1 by R is equal to 1 by R1 പ്ലസ് 1 by R2. ഓക്കെ, ദെൻ 1 by R is equal to ഇതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? 1 by R is equal to ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം 1 into R2 പ്ലസ് 1 into R1 ഡിവൈഡഡ് ബൈ R1 into R2. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ 1 into R2 അല്ലെങ്കിൽ 1 into R1 എന്ന് പറയുന്നത് R1 പ്ലസ് 1 into R2 എന്ന് പറഞ്ഞാൽ R2 ഡിവൈഡഡ് ബൈ R1 into R2 എന്ന് പറയും. ഓക്കെ, 1 by R is equal to ആണ് R1 plus R2 divided by R1 R2 എന്ന് പറയുന്നത്. അപ്പോൾ R is equal എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റെസിപ്രോക്കൽ ആണെന്ന പോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലും കാണാം. അപ്പോൾ എന്തായിരിക്കും R is equal to R1 R2 divided by R1 plus R2 എന്ന് കിട്ടി. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 R2 divided by R1 plus R2. ഓക്കെ, അപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സിനെ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 plus R2 R is equal to R1 R2 divided by R1 plus R2. ഓക്കെ, ഇനി രണ്ടിൽ കൂടുതൽ റെസിസ്റ്ററുകൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus etc. ഓക്കെ, അങ്ങനെ പോകും. ക്ലിയർ? അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 R2 divided by R1 plus R2. ഇത് ഓൺലി രണ്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ. ദെൻ പാരലൽ കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, വാട്ട് ഈസ് ദി കറന്റ് ഇഫ് 2 ohm and 6 ohm resistors are connected in parallel and 12 voltage potential difference is applied. ഓക്കെ, ദെൻ നമുക്കറിയായിരുന്നു ഇവിടെ രണ്ട് റെസിസ്റ്ററുകൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? R1 is equal to 2 ohm എന്ന് പറയാം. ദെൻ R2 is equal to 6 ohm എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ പിന്നെ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to 12 വോൾട്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിരുന്നു കറണ്ട് അല്ലേ? വാട്ട് ഈസ് ദി കറണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കറണ്ട് is equal to അത് കറണ്ടാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്കറിയാം രണ്ട് റെസിസ്റ്റർ പാരലായിട്ടാണ് കണക്ട് ചെയ്തത്. രണ്ട് റെസിസ്റ്റർ പാരലായിട്ടാണ് കണക്ട് ചെയ്തെങ്കിൽ നമുക്കറിയാവുന്നു അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആയിരിക്കും. ഓക്കെ, R1 R2 നമുക്ക് തന്നിട്ടുണ്ടല്ലേ? R1 is equal to 2, R2 is equal to 6. അപ്പോൾ നമുക്ക് എഴുതാം 2 into 6 divided by 2 plus 6. Okay, 2 into 6 divided by 2 plus 6. 2 into 6 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 12, which is equal to 12 by 8. 12 by 8 എന്ന് കിട്ടി. 12 by 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1.5. അപ്പോൾ എന്തായിരിക്കും? R is equal to 1.5 ohm എന്ന് കിട്ടി. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to 1.5 ohm എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ I is equal to V by R ആണ് നമുക്കറിയാം. I is equal to
V by R എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹിയർ V നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 12. ദെൻ ബൈ R ഈസ് ഈക്വൽ ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 1.5. R ഈസ് ഈക്വൽ ടു 1.5. 12 ഡിവൈഡഡ് ബൈ 1.5 കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും 8. സോ I ഈസ് ഈക്വൽ ടു 8 ആംപിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ohm 6 ohm റെസിസ്റ്റേഴ്സിനെ 12 വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കറന്റ് I ഈസ് ഈക്വൽ ടു 8 ആംപിയർ ആയിരിക്കും. ക്ലിയർ? ഇത് നമ്മൾ റെസിസ്റ്ററുകളുടെ അറേഞ്ച്മെന്റ്സ് ആണ്. ഒരു സർക്യൂട്ടിലെ റെസിസ്റ്ററുകളെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചത്. 2 ടൈപ്പായിട്ട് അറേഞ്ച് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ 2 രീതിയിൽ അറേഞ്ച് ചെയ്യായിരുന്നു, സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷൻ. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.